കെവിനെ, ഷാഫി പറമ്പിൽ തിരിച്ചു വന്നിരിക്കുകയാണ്, മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പം ഷാഫിയുടെ മൂക്കിന്റെ പാലത്തിന് പ്രശ്നമൊന്നുമില്ല. അത് എന്തൊക്കെ കഥകളായിരുന്നു. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ നമ്മുടെ നിലമ്പൂർ MLA അളിയനാണ്. ആ അളിയന്റെ കെയർ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ വന്നതാണ്. ഷാഫി പറമ്പിൽ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഫയർ അല്ല, മാസാണ്, മാസ്ക ബാപ്പാണ് എന്ന് തന്നെ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തെറിച്ചരവ് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ പാലക്കാട് നടത്തിയിരുന്നു. അതേപോലെ പോലീസിനെ ഉപയോഗിച്ച് പിണറായി പോലീസിനെ ഉപയോഗിച്ച് ഷാഫി പറമ്പിലിനെ അടിച്ചൊതുക്കാൻ നടത്തിയ ശ്രമം വിഫലമായെന്ന് പറയാം. അതായത് പരിക്കുകൾ പറ്റി ദിവസങ്ങൾക്കകത്ത് ആശുപത്രി വിടുകയും ചെറിയ റെസ്റ്റ് എടുത്തതിനു ശേഷം തിരിച്ചു വരികയും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി CPM-നെ പൊളിച്ചെടുക്കുന്ന സ്ഥിതിയാണ് കാണുന്നത്. എന്താണ് സംഭവിക്കുന്നത് ഇവിടെ? കൃത്യമായി പറഞ്ഞാൽ പിണറായി പോലീസ് ഷാഫിയെയും കൂട്ടരെയും അടിക്കാനായിട്ട് ഉപയോഗിച്ചത് ഒരു കയ്യിൽ ലാത്തിയും ഒരു കയ്യിൽ ഗ്രനേഡും. രോഹിതേട്ടൻ ഓർമ്മ ഉണ്ടോന്ന് പറഞ്ഞൂടാ, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ കാര്യമാണ്, അയ്യോ ദാ ഇവിടുത്തെ SFI-കാരെയും CPM-കാരെയും DYFI-കാരെയും അരയ്ക്ക് മുകളിലോട്ട് അടിക്കുന്നേ, തലയടിച്ച് പൊട്ടിക്കുന്നേ. ഇപ്പോൾ എന്താണ് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ CPM-കാർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ന് ഷാഫി കൃത്യമായി പറഞ്ഞു, മൂക്കിൽ നിന്ന് ചോര വരുന്നു, ഞാൻ എന്റെ പ്രവർത്തകരെ വിടാതെ അവിടെ തന്നെ നിന്നു. ചോര വരുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ CPM സൈബർ കടന്നലുകൾ പറഞ്ഞത് അത് മഷിയാണ്, മഷിക്കുപ്പിയാണ്, ചോരയാണ്, ചുമന്ന കുപ്പിയാണ് എന്ന് പറഞ്ഞ പ്രചരണങ്ങളൊക്കെ തന്നെ നടത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഷേവ് ചെയ്യാതെ സർജറി ചെയ്യാൻ കഴിയില്ല എന്നൊരു ക്യാപ്സ്യൂൾ ഇറക്കി വിട്ടു. എത്തരത്തിൽ CPM കടന്നലുകൾ ഇറക്കി വിട്ട ക്യാപ്സ്യൂളാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ കൃത്യമായി റൂറൽ SP ഒരു ഘട്ടത്തിൽ സമ്മതിക്കേണ്ടി വന്നില്ലേ? CPM അനുഭാവികളായ ചില പോലീസുകാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് അവിടെ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അതായത് ഷാഫി പറമ്പലിന്റെ തിരിച്ചുവരവ് CPM-ന് ഒരു കനത്ത തിരിച്ചടിയാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി സ്വർണ്ണപ്പാളി വിഷയമാണല്ലോ. ഈ CPM സ്ഥിരമായി നടത്തുന്നത് എന്താണ്? ഒരു CPM-നെതിരായ ഒരു വാർത്ത വരുമ്പോൾ അതിനെ മറയ്ക്കാൻ വേണ്ടി മറ്റൊരു പ്രൊപ്പഗണ്ട കൊണ്ടുവരും. അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. അവരത് കുത്തിപ്പറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതും കുത്തിപ്പറിച്ച് ഇതിന്റെ പുറകെ ഒരു പൊക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിന്റെ ഒരു മാസ് എൻട്രി എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖങ്ങളായ പല മാധ്യമങ്ങളും, പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഇവര് പിണറായി വിജയൻ സർക്കാർ ഒരു പ്രതിസന്ധിയിലാവുന്ന സമയത്ത് അവർക്കൊരു ഷീൽഡ് ഒരുക്കി കൊടുക്കും. പണ്ട് ഈ കുരുക്ഷേത്ര യുദ്ധ സമയത്തൊക്കെ ശിഖണ്ഡിയെ മുൻനിർത്തി കളിക്കുക എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും മുൻനിർത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൗരവപ്പടയാണ് ഇപ്പോ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷവും ഇപ്പുറത്ത് പാണ്ഡവപക്ഷവും എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിനെ വിളിക്കാം. ഇതിന്റെ ഇടയിൽ ശിഖണ്ഡിയുടെ വേഷം കെട്ടി ആടുന്ന ചില മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അവര് ഇടത് സർക്കാരിന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ വലിയ തരത്തിൽ UDF-ൽ നിന്ന് അടിക്കാൻ പറ്റുന്ന നല്ല നേതാക്കന്മാരെ മുന്നോട്ടടിക്കും. അത് സ്ഥിരമായി ചിലരൊക്കെ അടികൊണ്ട് വീഴും. നമുക്കറിയാം, ഈ M. വിൻസെന്റിനെതിരെയും നമ്മുടെ കുന്നപ്പള്ളിക്കെതിരെയൊക്കെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് ഒരു പരിധി വരെയൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ അവർ സെലക്ട് ചെയ്ത രണ്ട് പേരുടെ പേരുകളും അവരുടെ രീതികളും മാറിപ്പോയി എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ക്ലീൻ ഇമേജ് ഉള്ള മനുഷ്യനാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. രാഹുലിന്റെ പ്രായത്തിൻ്റെതായ ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെ സംഭവിച്ചല്ല, MLA ഒക്കെ ആകുന്നതിന് മുമ്പ് ഉണ്ടായ ചില സാഹചര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു സമയത്ത് ഇനി രാഷ്ട്രീയ നേതാവല്ല, ഏത് വലിയ ആത്മീയ ആചാരനാണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ വികാരങ്ങൾ ഉണ്ടാവും, അട്രാക്ഷൻ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനി ഈ മാധ്യമങ്ങൾ പടച്ചു വിട്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന പോലെ ഒരു പെൺകുട്ടിക്ക് ഗർഭിണിയാക്കി അതിനെ അബോർഷന് നിർബന്ധിച്ച് അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കേണ്ടത് പെൺകുട്ടികളാണ്. പരാതിക്കാരില്ലാത്തിടത്തോളം അവർ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധമായ വിഷയമുണ്ട്, രണ്ടുപേരോട് ചേർന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. പക്ഷെ ഇതിനെ അങ്ങ് ഉയർത്തി കാട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിനെ അടിച്ച് അവിടുന്ന് VD സതീശിനെ അടിച്ച് ഈ മൂന്ന് പേരെയും തകർത്ത് UDF-നെ തകർത്ത് തരിപ്പണമാക്കാമെന്ന് വിചാരിച്ചെടുത്തത് ഇതൊന്നും സാധ്യമാകാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ഫിനിക്സ് പക്ഷേ പോലെ പറന്നു വരികയാണ്. അവിടെ പുതിയൊരു വിഷയം ഉണ്ടാവുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തില് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷവാദം ഒഴിഞ്ഞെടുത്തേക്ക് 6 സംസ്ഥാന അധ്യക്ഷൻ, അതിന് അബിൻ വർക്കിയെ ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്തു. അത് അബിൻ വർക്കിയോട് സ്നേഹം ഉള്ളതുകൊണ്ടാണോ? അല്ല, ഒരു കാരണവശാലും അല്ല. അബിൻ വർക്കിയെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫി പറമ്പിലിനെയും VD സതീശിനെയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ വന്ന പ്രശാന്ത് ശിവനെയും ടീമിനെയും കാണാനില്ല, അവിടെ കാണാൻ വന്ന സരിനെയും ടീമിനെയും കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഷാഫി പറമ്പിലിനെ ഒതുക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഷാഫി പറമ്പിൽ നേരെ
ഉന്നയിക്കാൻ അലിഗേഷൻസ് ഇല്ല. ഷാഫി പറമ്പിലിനെതിരെ ആദ്യമായി എന്നാണ് ഇവർ കൂട്ടുകച്ചവടമാണ് എന്ന രീതിയിലാണ് CPM ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ തന്നെ പറയുന്ന കാര്യമല്ല ഇതിപ്പോ CPM ഹാൻഡിൽ പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് പകരക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരണമെന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ ഷാഫി പറമ്പിലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവർ തന്നെ പറയാണ്. അതിനകത്ത് ഇപ്പോൾ എന്താ തെറ്റ്? ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കെവിനെ, ഞാനിപ്പോ ഒരു സ്ഥാപനത്തില് പിന്നെ ചീഫ് എഡിറ്റർ ആയിട്ട് ഇരിക്കുകയാണ്. അവർ പുതിയൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്നോട് പറയണം രോഹിത്തെ ആ സ്ഥാപനം രോഹിത് നോക്കണം എന്ന് പറയുമ്പോൾ സാറേ ഇത് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്, സ്വാഭാവികമായിട്ട് എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്, എനിക്ക് കെവിനെ അവിടെ ചീഫ് എഡിറ്റർ ആക്കണം. നിനക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ പറയാം. അതേസമയം അവിടെ പിന്നെ ചായ ഇട്ട് തരാൻ വരുന്ന ആളെ കാണിച്ചിട്ട് അയാളെ ആക്കണം എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അത് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനെ അടിക്കാൻ തീരുമാനിക്കുന്നു. ഷാഫി പറമ്പിലിനെ അടിക്കാൻ കിട്ടുന്ന വടികളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിവാദം വരുന്നത്, ഒരു പ്രശ്നം വരുന്നത്, ശബരിമല സ്വർണ്ണ കൊള്ള വരുന്നു, വലിയ വിഷയം വരികയാണ്. അതായത് ശബരിമല അയ്യപ്പൻ ഇതൊക്കെ മറന്നിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. എനിക്ക് ഈ സ്വർണ്ണം ഒന്നും വേണ്ട, ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സന്യാസിക്കാൻ വന്നതാണ്, ഇവിടെ കയറി വന്ന് തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ നീയൊക്കെ ഒന്ന് പോയി തരുമോ എന്ന് ചോദിച്ചിട്ടാണ് അയ്യപ്പൻ അവിടെ ഇരിക്കുന്നത്. അവിടെ സ്വർണ്ണം കൊണ്ടുവന്ന് പൂശി സ്വർണ്ണം കൊണ്ടുവന്ന് നീ എന്തെങ്കിലും കാണിക്കും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണം. ഈ ഉണ്ണിപ്പൊറ്റി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ എടുത്ത് നല്ല രസമായിരിക്കും. അല്ല എടാ, ലോകം ഇതുപോലൊരു കൊള്ള കണ്ടിട്ടുണ്ടോ? അതായത് ശബരിമലയിൽ നിന്ന് ഒരു കല്ല്, വെറും ഒരു കഷ്ണം കല്ലോ ഒരു തടി കഷ്ണമോ പമ്പ കടന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിലോ കണക്കിന് സ്വർണം അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഉണ്ണിപ്പോറ്റിയെ പൂട്ട് തൊഴണ്ടേ? അല്ലല്ല, മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയാലോ, പ്രശാന്തിനെ പറ്റി നമുക്ക് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്നു, അവസാനം നെടുമങ്ങാട് നിന്ന് മത്സരിച്ച് തോറ്റു 2021. അതിനുശേഷം നോക്കിയപ്പം ശരിയാവുന്നില്ല. 2023 CPM പോയി. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ടുള്ളൊരു വളർച്ച വലുതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരൻ ഒരു പത്രസമ്മേളനം നടത്തി. അതായത് ഇവിടെ ഉണ്ടതിനേക്കാൾ കൂടുതലാണ് കൊണ്ടുവന്ന സ്വർണം എന്നൊരു ന്യായീകരണം നടത്തി ഈ പ്രശ്നം തീർക്കാനുള്ള ശ്രമം. അവിടെയും അത് തീരുന്നില്ല. എന്നൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നത് രോഹിതേട്ടന് ഓർമ്മയുണ്ടെന്ന് 2019 തൊട്ട് ഏതൊരു വിഷയം വന്നാലും അതിൻ്റെ ഒരു സൈഡ് പിടിച്ച് ശബരിമല വിഷയം കാണാം. അയ്യപ്പന് അവിടെ സ്വസ്ഥമായിരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഞാൻ പറഞ്ഞു പ്രശാന്തിന്റെ വിഷയം മാത്രമായിട്ട് ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ട വിഷയമാണ്. അപ്പോ ഏറെ കാട്ടിക്കൂട്ടലായി കണ്ടപ്പോ ഞാൻ വെച്ചത് പെർഫെക്റ്റ് മനുഷ്യനാണ്. ശബരിമല ഇപ്പൊ എന്തോ വലിയ സംഭവം അവിടെ തൊഴുത് നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം ഞാൻ വിചാരിച്ചതാണ്. അവിടെ ഇന്നലെ വാസവനൊക്കെ പോയിട്ട് മറ്റേ വയറ് താക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഓക്കെ, രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരൻ തൊഴുത് നിൽക്കുകയാണ്, വാസവൻ കിളിച്ചോടി ഇവിടെ പോവാതിരിക്കും, നീ ഇവിടെ മാറിയിരിക്കുക, ഫോട്ടോയിലൊന്നും പെടാതെ വെറുതെ നാട്ടുകാരെ നാളെ എടുത്താതെ. അപ്പൊ അത് ആ വിഷയമല്ല. അവിടുന്ന് കൊണ്ടുപോയി അയ്യപ്പനൊക്കെ മറന്നു ആഗോള അയ്യപ്പ സംഘം എന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചോണ്ട് അങ്ങോട്ട് ചെയ്യുന്നു. അയ്യപ്പൻ നല്ല പണി കൊടുത്തു, മുട്ടൻ പണി കൊടുത്തു. ഈ പണി വരുന്നത് മനസ്സിലാക്കി വേറെ വിവാദങ്ങളൊന്നുമില്ല. സ്വാഭാവികമായിട്ടും UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ 3-4 പേരെ അടിച്ചാലേ പ്രശ്നങ്ങളുള്ളൂ. ഇപ്പൊ രമേശിനെതിരെ എന്തെങ്കിലും പറഞ്ഞാലും ശീലമായി, കുറെ നാളായല്ലോ. പുള്ളി ഒന്നും മിണ്ടാനൊന്നും പോതില്ല. പുള്ളി ഒരു വൈകിട്ട് ഇപ്പൊ KC വേണുഗോപാലിനെ എന്തൊക്കെ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുതൽ നടക്കുന്ന പ്രചരണമാണ് KC വേണുഗോപാലിനെ മാറ്റിയിട്ട് സച്ചിൻ പൈലറ്റിന് സംഘടനാ ചുമതല കൊടുക്കാൻ. ഇത് രാഹുൽ ഗാന്ധിയും അറിഞ്ഞിട്ടില്ല, പ്രിയങ്ക ഗാന്ധിയും അറിഞ്ഞിട്ടില്ല, ഖാർഗെയും അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇവിടെ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങളല്ലേ, സോഷ്യൽ മീഡിയ ചേട്ടന്മാർ മാത്രമാണ് ഇത് അറിഞ്ഞിട്ടുള്ളത്. ഇത് പൊക്കി പിടിച്ചോണ്ട് ചില കോൺഗ്രസിന്റെ അനുഭാവികളായ പേജുകൾ ഇടുന്നു എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും അടിക്കാൻ പറ്റുന്നത് അങ്ങോട്ടാ ഇവിടെ ഇട്ടാ. പക്ഷെ ഇവന്മാര് ബൂമറാകാന്നുള്ള കാര്യം ഇവര് മറന്നുപോയിട്ടാണോ അത് എത്ര കിട്ടിയാലും പഠിക്കാഞ്ഞിട്ടാണോ ഈ വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ പോയി? പാലക്കാട് നിന്ന് പോകാൻ യാതൊരു വിധമായ താല്പര്യവും ഇല്ലായിരുന്നു. എന്നിട്ട് പാർട്ടി നിർദ്ദേശം ഏറ്റെടുത്ത് പോകണം. അവിടെ ഒരു പക്ഷെ അയാളെ ചൊടിപ്പിക്കാതിരുന്നായിരുന്നെങ്കിൽ അയാൾ ഒരു 10,000, 20,000, 50,000 വോട്ടിന് അതിന്റെ പണിയൊക്കെ ചെയ്ത് ജയിച്ചു പോരുന്നില്ല. ഇവ പോകുന്ന വഴിയിൽ തടയുന്നു, ചെമ്പട കൊണ്ട് കൊടുക്കുന്നു. അതെ, അത് കഴിഞ്ഞിട്ട് മറ്റേ അനാവശ്യമായ സ്ക്രീൻഷോട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു വാശിയായി. നമ്മൾ കണ്ടതല്ലേ കേരളത്തില് ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാർ, അത് കോൺഗ്രസിന്റെ ആകട്ടെ, BJP-യുടെ ആകട്ടെ, ഈ UDF-ന്റെ ആകട്ടെ, LDF-ന്റെ ആകട്ടെ, ആരുടെ ആയാലും ഏതെങ്കിലും ഒരു നേതാവിനെ കാണാൻ ഇലക്ഷൻ പ്രചരണ വേദികളിൽ വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കും ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആ നേതാവിന്റെ പേര് ഷാഫി പറമ്പിൽ എന്നാ. അത്രയും, അതായത് ആൾക്കാരുടെ മനസ്സുമായി ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ക്രൗഡ് പുള്ളറായി മാറുകയാണ്. പിണറായി വിജയൻ പല വേദികളിലും സംസാരിക്കുമ്പോൾ ഇത് കാണാൻ ആളില്ല, നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ദേഷ്യപ്പെട്ടു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഏറ്റവും സംഘാടകരെ വരെ ചീത്ത വിളിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഷോ കാണിക്കുന്ന നേതാക്കന്മാരിൽ ഒരാൾ KB ഗണേഷ് കുമാറാണ്. അയാള് MBD-യുടെ ഒരു പരിപാടിയിൽ ആളില്ലായിരുന്നു, പരിപാടി തന്നെ ക്യാൻസൽ ചെയ്തു പോകുന്ന നമ്മൾ കണ്ടു. കലങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപിക്ക് ആളെ കിട്ടുന്നുണ്ട്, അത് സുരേഷ് ഗോപി കാണുന്നത്. അത് പുള്ളി തന്നെ എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് നശിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ
ഒരു മനുഷ്യനെ കാണാൻ, ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ കൊച്ചുവെളുപ്പം കാലത്ത് ആളുകൾ കൂടി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. ആ ഷാഫി പറമ്പിൽ ഒരു തല്ലുകൊണ്ട് അയാൾക്ക് ഈ മഷിക്കുപ്പി എടുത്ത് മുഖത്തൊഴിച്ച് ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഇവന്മാർക്ക് പറ്റുന്ന തെറ്റെന്താണെന്നറിയോ? ഇയാളെ മൈൻഡ് ചെയ്യാതിരിക്കാമെങ്കിൽ ഇവന്മാർക്ക് പകുതി കൂടുതൽ വെറുതെ ചൊറിഞ്ഞു മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവാണ്. ഷാഫി പറമ്പിലിന് മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ഇടതുപക്ഷം നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിലയിരുത്താം. കൃത്യമായി കൗണ്ടർ അടിക്കാനും കിട്ടുന്നത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാനും അറിയാവുന്ന നേതാവിന്റെ പേരാണ് ഷാഫി പറമ്പിൽ. അയാളെ വീണ്ടും 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 ഇവിടെ ശക്തനാക്കുകയാണ്. ഞാനിപ്പോ വെല്ലുവിളിക്കുകയാണ്. UDF കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഷാഫി പറമ്പിൽ കൊടുക്കുകയാണെന്ന് വെച്ചോ, കോഴിക്കോട് വലിയ മാറ്റം ഉണ്ടാവും. 25 വർഷമായി കൈപ്പത്തി ചിഹ്നത്തിലൊരു MLA കോഴിക്കോട് ഒന്നുമില്ല, മുസ്ലിം ലീഗിന്റെ MLA മാത്രമേ ഉള്ളൂ. അവിടെ 2-3 സീറ്റുകളിൽ വിജയിച്ച് കയറാനുള്ള സാഹചര്യം ഷാഫി പറമ്പിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യത്തിലേക്ക് ഷാഫി പറമ്പിലിനെ എത്തിക്കുകയാണ്. ഈ ഷാഫി പറമ്പിൽ വടകര മത്സരിച്ചപ്പോൾ പറഞ്ഞത് പുള്ളി മറ്റേ അവിടുത്തെ പുയ്യാപ്പിളയാണ്, അതുകൊണ്ടൊക്കെയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. എത്ര പുയ്യാപ്പിളമാരെ കാണാൻ എന്തെങ്കിലും കാത്തിരിക്കുന്നു? വീട്ടുകാർ പോലും കാത്തിരിക്കത്തില്ല. വേണേ കഥ ഓർത്തിട്ടുണ്ട്, അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടന്നോ. യുമാരുടെ കൂട്ടത്തിലുണ്ടല്ലോ പുയ്യാപ്പിളമാർ. ആ പുയ്യാപ്പിളയെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും അങ്ങനല്ല, ഒരു രാഷ്ട്രീയ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലന്മാരെ മത്സരിക്കുന്നവരെല്ലാം പുയ്യാപ്പിളമാരല്ലോ. ഞാൻ പറഞ്ഞതല്ല, യഥാർത്ഥ പുയ്യാപ്പിള ഉണ്ടല്ലോ അവിടെ, സർക്കാരിന്റെ ഒരു പുയ്യാപ്പിള. ഈ പുയ്യാപ്പിള കാണാൻ ചെന്ന സ്വന്തം വീട്ടുകാർ ഇടപോലെ നീ എപ്പോ ഇവിടെ രാത്രി 12 അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്, കഥ തുറന്നിട്ടുണ്ട്, അടച്ചിട്ട് കിടന്നോണേ എന്ന് പറയുന്ന സാഹചര്യമാണ്. അവിടെയാണ് ഇത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ക്രൗഡ് പുള്ളറുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്.